ഷാനിക്ക, ഷമീറിന്റെ നിക്കാഹിന് ഞാൻ ഈ സാരി കൊടുത്താൽ മതിയോ? മതിയോ? എന്താ ഇക്കാട് ഇഷ്ടം പറ. ഇവിടെയുള്ള ഏത് സാരി എടുത്താലും എൻ്റെ സുല്ലി പെണ്ണ് മഞ്ചത്തിയല്ലേ, പിന്നെ ഈ പഴയത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് വേണ്ടി ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വന്നില്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നാലും ഇതാ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതേ നമ്മുടെ നിക്കാഹിന് മുമ്പ് ഷാനിക്ക എനിക്ക് വാങ്ങിച്ചു തന്ന. അതാ പറയുന്നത്, പ്രേമിക്കുമ്പോഴുള്ള ഇഷ്ടം നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല. പിന്നെ എനിക്ക് ഷാനിക്കയോട് ഇപ്പോഴാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവര് കുളുമണാലി ഹണിമൂണിന് പോകുമ്പോൾ നമ്മൾ എവിടോട്ടാ പോകുന്നത്? പോണേ, നിക്കാഹ് കഴിഞ്ഞിട്ട് 10 വയസ്സുള്ള കൊച്ചനുള്ളപ്പോഴാണ് ഹണിമൂണിന് പോകുന്നു. എന്നാൽ നമുക്ക് ദൂരോട്ടൊന്നും ഹണിമൂണിന് പോകണ്ട. നമ്മൾ പോയാൽ വല്യപ്പ തനിച്ചാകത്തില്ല, നമുക്കിവിടെ തന്നെ ഹണിമൂൺ ആഘോഷിക്കാം. ചുമ്മാ ഒന്ന് ചാരി കിടന്നാ മയങ്ങിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വപ്നവും കൂടെ. അതിനേക്കാ എനിക്കിപ്പോ ഉണ്ട് പുയ്യാപ്പിള ഇങ്ങോട്ട് വരാൻ പോവല്ലേ. ഇക്കാടെ ഒരു കാര്യം. ഇവിടുത്തെ വിശേഷം എന്നാ, നമ്മുടെ ഷമീറിന്റെ നിക്കാഹ്, അതിന്റെ ഡ്രസ്സ് എടുപ്പേ, അതിന്റെ ഫുഡ് കഴിപ്പേ. എനിക്കൊരു സാരി എടുത്തു, ഇക്കായ്ക്കൊരു ഷെർവാണി, നമ്മുടെ അപ്പൂസിനൊരു ജോഡി ഡ്രസ്സും. പിന്നെ ഇക്ക എപ്പോഴാ കേറുന്നേ? ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ എയർപോർട്ടൊക്കെ പിന്നെ അടച്ചു. അത്യാവശ്യത്തിന് മാത്രമേ പുറത്തോട്ട് ഇറങ്ങാനുള്ള കമ്പനിന്ന് പറഞ്ഞിരിക്കുന്നത്. പഠിച്ചാനെ, അപ്പം കമ്പനി പോന്നെ എങ്ങനെ? 2 ദിവസമായിട്ട് ആരും കമ്പനിയിൽ നിന്നും പോകുന്നില്ല. അത്യാവശ്യം ഉണ്ട്, അവര് വിളിക്കാന്നാ പറഞ്ഞത്. ഇവിടെ യുദ്ധം മുറുക സുൽപ്പി. ഇന്നലെ രാത്രി ഒരു മിസൈലോ മറ്റോ ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വന്ന് വീണു. എന്നിട്ട് ആളാപായം ഒന്നും പറഞ്ഞു കേട്ടില്ല. രാത്രി മുഴുവൻ ഇന്ത്യയൊക്കെ വെച്ച് കിടന്നാലും ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. നീ ബേജാറാവണ്ട സുൽപ്പി, നമുക്കൊന്നും സംഭവിക്കില്ലെന്ന് കരുതാം. ഈ യുദ്ധം ഒന്ന് അവസാനിക്കാൻ നീ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കും. പിന്നെ വാപ്പിച്ചിക്ക് എങ്ങനെയുണ്ട്? നിമിഷ കുറവുണ്ടോ? കുറവുണ്ട്. ഇപ്പൊ നീ വാപ്പിച്ചോട് ഇതൊന്നും പറയണ്ട കേട്ടോ. പിന്നെ അപ്പൂസ് എന്തി? ആ സ്കൂളിൽ നിന്ന് വരാറായാലും വന്നില്ലേ? വന്നു, വാപ്പച്ചായിട്ട് കടയിൽ പോയിരിക്കുക. ഐസ്ക്രീം വേണോ? വേണ്ടല്ലേ? ഓക്കെ അല്ലേ? അപ്പൂസ് വന്നു, ഞാൻ കൊടുക്കാം. വാപ്പച്ചയാ? വാപ്പച്ച എന്നാ വരുന്നേ? വാപ്പച്ചിക്ക് ടിക്കറ്റ് കിട്ടിയില്ലടാ, കിട്ടിയാൽ ഉടനെ വരാം കേട്ടോ. യുദ്ധം കാരണം ആ ടിക്കറ്റ് കിട്ടാത്തെ? അതേടാ, വാപ്പി വന്നില്ലേലും കൊച്ചാപ്പാന്റെ നിക്കാഹ് നിങ്ങളെല്ലാരും കൂടെ അടിച്ചു പൊളിക്കണം കേട്ടോ. ആ വാപ്പച്ച, എനിക്ക് ഇലക്ട്രിക് ഗൺ എപ്പോഴാ കൊണ്ടുവരുന്നേ? ഗണ്ണൊന്നും നമുക്ക് വേണ്ട, അതിനേക്കാളും നല്ല സൂപ്പർ സാധനം വാപ്പി വരുമ്പോ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, വാപ്പി നാളെ വിളിക്കാം. ഓക്കെ, ബൈ. ലവ് യു. ലവ് യു. നാളെ വിളിക്കാട്ടാ. കൊച്ചാപ്പ ഐസ്ക്രീം മേടിച്ചോ? ഇല്ലടാ മോനെ, നാളെ മേടിക്കും. എടാ ഷമീറെ, ഞാനിപ്പോ ഒരു ഐസ്ക്രീം അവന് മേടിച്ചു കൊടുത്തതേ ഉള്ളൂ. എന്നാ നിനക്ക് ഇനി ഒരാഴ്ചത്തേക്ക് ഐസ്ക്രീം ഇല്ല. ഞാൻ എന്നാ കല്യാണത്തിന് വരത്തില്ല. നമ്മടാ കള്ള. ഷമീർ, ഷാനിക്ക ഇപ്പം വിളിച്ചതേ ഉള്ളായിരുന്നു. എന്നെയും വിളിച്ചായിരുന്നു ഇത്താ, വിവരങ്ങളൊക്കെ പറഞ്ഞു. നിക്കാഹിന് ഇക്ക ഉണ്ടാവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇക്കായും അതുപോലെ ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ നശിച്ച ഒരു യുദ്ധം. അപ്പോ ഷാനിയും വരത്തില്ലേ ഷമീറെ? ആ ടിക്കറ്റ് പിന്നെയും ക്യാൻസൽ ആയി. അപ്പ വല്യപ്പാ, ഈ യുദ്ധം ചെയ്യുമ്പം മനുഷ്യര് മരിക്കത്തില്ലേ? പിന്നെന്തിനാ യുദ്ധം ചെയ്യുന്നേ? യുദ്ധം ചെയ്യുമ്പോ മനുഷ്യന്മാര് മാത്രമല്ല, എല്ലാം മരിക്കുക. മരങ്ങളും കിളികളും പൂക്കളും മനുഷ്യനുണ്ടാക്കിയതും പ്രകൃതി ഉണ്ടാക്കിയതും എല്ലാം മരിക്കുക. എന്നിട്ടും മനുഷ്യൻ യുദ്ധം ചെയ്യുക. അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ അപ്പൂസിന്? എന്തുകൊണ്ടാ? മനുഷ്യന്മാര് തമ്മിൽ സ്നേഹമില്ലാത്തത് കൊണ്ട്. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അപ്പൂസിനെ സ്നേഹിച്ച നമ്മൾ തമ്മിൽ ശത്രുത ഉണ്ടാവുമോ? ഇല്ല.
ആ അങ്ങനെ ലോകത്തുള്ള മനുഷ്യന്മാര് പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ ലോകത്തോരിടത്തും യുദ്ധം ഉണ്ടാവത്തില്ല. പക്ഷേ മനുഷ്യർ തമ്മില് അധികാരത്തിന്റെയും മതത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് പരസ്പരം ശത്രുക്കളായി യുദ്ധം ചെയ്യുക. ഒരു കൂട്ടര് തങ്ങളുടെ ശത്രുരാജ്യത്തുള്ള 1000 പേരെ കൊന്നു, മറ്റേ കൂട്ടർ 800 പേരെ കൊന്നു. 1000 പേരെ കൊന്നവര് പറയുക ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു നിൽക്കുക. യഥാർത്ഥത്തില് ആരെങ്കിലും ജയിച്ചോ? ഇല്ല ആരെങ്കിലും തോറ്റോ? ഇല്ല ആ ഇതാണ് യുദ്ധം.